أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء صدق الله مولانا العلي العظيم ബഹുമാന്യരായ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഹൃദയകാംക്ഷികളെ, സഹകാരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലാർഹമായ ഇബാദത്തുകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ കലേവരം ഉസ്താദുമായി വളരെ ബന്ധമുള്ള ഒരു ശിഷ്യനാണ് വിനീതനായ ഞാൻ. SSLC കഴിഞ്ഞിട്ട് 1982 ആദ്യമായി ഞാൻ ഉസ്താദിൻ്റെ ദറസിലേക്ക് 18-ാം മൈലിലേക്ക് ഓതാൻ പോകുന്നത്. മീസാം മുതൽ ഉസ്താദിൻ്റെ അടുത്താണ് എന്നെ ഓതി തുടങ്ങുന്നത്. ആ ഇടയ്ക്കാണ് ആറ്റിങ്ങൽ ഉസ്താദ് ഒരു സ്വന്തം സ്ഥാപനം തുടങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും സമകാലികരായ സമശീർഷരായ സുഹൃത്തുക്കളായ PC ഉസ്താദിനോടും മറ്റു മുഹബ്ബീങ്ങളോടുമൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതും 18-ാം മൈൽ 2 വർഷം ഞാനും ഉസ്താദിനോടൊപ്പം ഓതി താമസിക്കവേ ആറ്റിങ് ഉസ്താദിൻ്റെ മനോമുകുരത്തിൽ മുളപൊട്ടിയ സ്വന്തം ഒരു സ്ഥാപനം എന്ന ആ ചിന്ത യാഥാർത്ഥ്യമാകാൻ വാളക്കാട് എന്ന പ്രദേശത്ത് ഒരു തെക്കാവുണ്ടെന്നും ആ തെക്കാവിൽ നമുക്ക് ദറസങ്ങ് തുടങ്ങിയാൽ എന്ത് എന്ന ചിന്ത ഉസ്താദിലൂടെ മൂലമാവുകയും സഹപ്രവർത്തകരുടെ സർവാത്മനായുള്ള പിന്തുണ കൂടി വന്നപ്പോൾ ആറ്റിങ്ങൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെയാണ്. അപ്പോൾ ആരെയാണ് അവിടെ മുദരിസാക്കേണ്ടത്, ആരെ കൊണ്ട് നമുക്ക് ദറസ് തുടങ്ങണമെന്ന ചിന്ത വന്നപ്പോൾ അവസാനം എത്തിച്ചേർന്ന പേരായിരുന്നു 18-ാം മൈലിൽ ദറസ് നടത്തുന്ന നമ്മുടെ ഹനീഫ മുസ്ലിയാർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ നമുക്ക് വാളക്കാട്ടത്തെ ആദ്യത്തെ മുദരിസാക്കി നിയമിക്കാമെന്ന ചിന്ത ഉടലെടുക്കുകയും അങ്ങനെയാണ് ഉസ്താദിനോട് അഭിപ്രായം പറഞ്ഞ ആറ്റിങ്ങൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കലയപര ഉസ്താദുമായി ബന്ധപ്പെട്ട് വാളക്കാട്ട് ജാമിഉൽ ഖൈറാത്ത് അറബി കോളേജ് എന്ന് പറയുന്ന മഹത്തായ ദീനി സ്ഥാപനം തുടക്കം കുറിക്കുന്നത്. 10 കുട്ടികളുമായി ജാമിഉൽ ഖൈറാത്ത് തുടക്കം കുറിക്കുകയായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ ആ ബന്ധം അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട്, മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഉസ്താദുമായി ആ സമയം വരെയും നിലനിർത്താൻ ഒരു കോട്ടവുമില്ലാതെ ഉത്തരോത്തരം ഗുരു ശിഷ്യ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിൻ്റെ തദ്രീസിലൂടെ ഞാൻ ആർജിച്ചെടുത്ത ഉസ്താദിൽ നിന്ന് ലഭിച്ച ആ വിജ്ഞാനത്തിലൂടെ ആഖിറത്തിലും ദുനിയാവിലും ബർസഖി ലോകത്തും ഗുണം ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അതൊക്കെ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആറ്റിങ്ങൽ ഉസ്താദിന്റെ ഒരു വലം കൈയായി തന്നെ കലയപരം ഉസ്താദ് പിന്നെ അങ്ങോട്ട് പ്രവർത്തിക്കുകയാണ്. ജാമിഉൽ ഖൈറാത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ഓടി നടന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയും ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായി ഉസ്താദ് ആറ്റിങ്ങൽ ഉസ്താദിനോടൊപ്പം തന്നെ നിന്നു. അങ്ങനെ ഒരു വേള ജാമിഉൽ ഖൈറാത്തിന്റെ പ്രിൻസിപ്പാളായും മറ്റൊരിക്കൽ ജനറൽ സെക്രട്ടറിയായും ഒക്കെ കലയപുരം ഉസ്താദ് ജാമിഉൽ ഖൈറാത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ശമ്പളവും മറ്റുമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും കൃത്യമായി ലഭിക്കാതിരുന്ന ശമ്പളത്തിന്റെ പേരിൽ ഒരു വിഷമമോ പ്രയാസമോ ഒന്നും പ്രകടിപ്പിക്കാതെ എല്ലാം ക്ഷമിച്ചും സഹിച്ചും പൊരുത്തപ്പെട്ടും ആ ഹിദ്മത്തിന്റെ മാർഗത്തിലായി ഉസ്താദ് അവർകൾ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആറ്റിങ്ങൽ ഉസ്താദ് 18-ൽ നിന്നും കലയപരം ഉസ്താദുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഉസ്താദിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആറ്റിങ്ങൽ ഉസ്താദിന്റെ നിർദ്ദേശാനുസരണമാണ് നടന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ വിവാഹത്തിലും കലയപരം ഉസ്താദിന്റെ വിവാഹത്തിലും ഈ സാധുവിന് പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം വലിയൊരു മധുരിക്കുന്ന ഓർമ്മയായി ഞാൻ കൊണ്ടു നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഉസ്താദ് അവറുകളോടുള്ള മുഹബ്ബത്ത് കൊണ്ട് നമുക്ക് ലഭിച്ച ഒരു ഗുണങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ജാമിഉൽ ഖൈറാത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്ത കലയപരം ഉസ്താദില്ലാതെ ജാമിഉൽ ഖൈറാത്തിന്റെ ചരിത്രം ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയുകയില്ല. അത്രത്തോളം വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഉസ്താദ് ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. കല്ലും മണ്ണും ചുമന്നതും പാറ ചുമന്നതും വാളക്കാട് റോഡിൽ ഇറക്കുന്ന പാറകളെ രാത്രി ദറസെല്ലാം കഴിഞ്ഞ് 1-ാം ദറസ് കഴിഞ്ഞ് ആഹാരവും കഴിച്ച്
ഉസ്താദുമാരും കുട്ടികളും കൂടി കല്ലുകൾ പറക്കി തലയിൽ ചുമന്ന് ആ കുളത്തിന്റെ സൈഡിലൂടെ മുകൾ ഭാഗത്തുള്ള 10-150 മീറ്റർ മുകളിലുള്ള ആ ഇന്ന് കാണുന്ന സ്ഥാപനത്തിന്റെ പഴയ കെട്ടിടത്തിന്റെ സ്ഥലത്തെത്തിക്കാൻ ഉസ്താദുമാരും കുട്ടികളും അഹോരാത്രം പരിശ്രമിച്ചിരുന്നു, പാടുപെട്ടിരുന്നു. കരേപുരം ഉസ്താദ് ചുമന്നു കൊണ്ടുപോയ വലിയ പാറ കഷ്ണം വെയിറ്റ് കൂടുതൽ കൊണ്ട് മുമ്പോട്ട് നീങ്ങാൻ പറ്റാതായപ്പോൾ ഒരു സമയം ആ കുളത്തിന്റെ സൈഡിലേക്ക് പാറ ഇടേണ്ടി വന്നു. ഇട്ടപ്പോൾ പാറ പെട്ടെന്ന് തെറിച്ച് കുളത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കുളത്തിൽ വീണുപോകുമോ എന്ന് പേടിച്ച് ഉസ്താദ് അവർകൾ കാലുകൊണ്ട് തന്നെ തടുത്തു നിർത്തിയത് വളരെ അത്ഭുതകരമായിട്ടാണ് ഉസ്താദ് അന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ്. അത്രത്തോളം സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ശരീരഭാഗങ്ങൾ പോലും ശ്രദ്ധിക്കാതെ വളർത്തിയെടുത്ത ദീനീ സ്ഥാപനമാണ് ജാമിഉൽ ഖൈറാത്ത് അറബിക് കോളേജ്. അതുകൊണ്ട് തന്നെ കലേപുരം ഉസ്താദ് ഇല്ലാത്ത ഒരു ചരിത്രം ജാമിഉൽ ഖൈറാത്തിന് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അള്ളാഹു അതിൻ്റെ എല്ലാം പ്രതിഫലം ബർസഖിൽ നൽകി മഹാനുഭാവന് സന്തോഷം നൽകി ദറജകൾ ഉയർത്തിക്കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ. തികഞ്ഞ ഒരു ആലിമായിരുന്നു മഹാനായ ഉസ്താദ് അവർകൾ. പക്വത എത്തിയ സംസാര പാടവവും മിതഭാഷിയുമായിരുന്നു ഉസ്താദ് അവർകൾ. ഏത് ചോദ്യം ഉസ്താദിനോട് ചോദിച്ചാലും ആപ്റ്റായ മറുപടി, ആലോചിച്ചുറപ്പിച്ചുള്ള മറുപടി, ഇഖ്ലാസും തഖ്വയും കൈമുതലാക്കി ജീവിച്ച ത്യാഗീവര്യനായിരുന്നു. ഒരു നിലയ്ക്കും അള്ളാഹുവിൻ്റെ ദീനിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും മഹാനവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു പരിമിതിയായി കാണാതെ, ഒരു വിഷമങ്ങളായി കാണാതെ പൂർണ്ണ തവക്കുലിനുടമയായി ജീവിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഉസ്താദ് അവർകൾ. കെട്ടിലും മട്ടിലും ചെറുതാണെങ്കിലും ആ മനുഷ്യന്റെ വലിപ്പവും മഹത്തുക്കളായ ഉലമാ സമൂഹത്തിനും ഉമറായിനും അറിയാമായിരുന്നു. ഒരാലിമ പോലുമില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് മഹാനായ ഉസ്താദ് അവർകൾ ദീനീ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. ദാരിദ്ര്യം നിറഞ്ഞ കാലഘട്ടമായിരുന്നു പഠനകാലം. അന്ന് മടത്തറ കലൈപുരത്ത് ദീനീ വിജ്ഞാന സമ്പാദന മേഖലയിലേക്ക് കടന്നു പോകാൻ ആളുകൾ വളരെ തുച്ഛമായിരുന്ന സമയത്ത് ആ രംഗത്തേക്ക് കാലെടുത്ത് വെച്ച ഉസ്താദ് അവർകളെ കിതാബ് വാങ്ങിച്ചു സഹായിക്കാനോ, ഡ്രസ്സ് കൊടുത്ത് സഹായിക്കാനോ, യാത്രാ ചെലവിനുള്ള പൈസ കൊടുത്ത് സഹായിക്കുവാനോ കാര്യമായ ബന്ധുക്കൾ ഒന്നുമില്ലാതിരുന്ന സമയത്ത് അതിനിടയിലൂടെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടിയും ക്ഷമിച്ചും സഹിച്ചുമാണ് ഉസ്താദ് അവർകൾ ദർസി രംഗത്ത്, കിതാബ് പഠന രംഗത്ത് സ്ഥിരമായി നിന്നത്. ഇതെല്ലാം ഉസ്താദ് ആ സമയത്ത് തന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉസ്താദിനോടൊപ്പം ഓതുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുമായി ഏവറക്കാറുണ്ടായിരുന്നു. എല്ലാം സഹിച്ചും ക്ഷമിച്ചും പൊരുത്തപ്പെട്ടും അദബ് പാലിച്ചും പൊരുത്തങ്ങൾ സമ്പാദിച്ചും ഉസ്താദ് വിജ്ഞാനത്തിന്റെ മേഖലയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്താദ് പറയാറുണ്ട്, 6 വർഷം ഇൽമ് പഠിക്കാൻ 100 വർഷം അദബ് പഠിക്കണമെന്നും എപ്പോഴും വിദ്യാർത്ഥികളെ ഉപദേശിക്കുമായിരുന്നു. അദബാണ് എല്ലാ ഉയർച്ചയുടെയും കേന്ദ്രമെന്നും അദബില്ലാതെ ഇൽമ് പഠിച്ചാൽ ആ ഇൽമ് കൊണ്ട് പ്രയോജനമില്ലാതായി പോകുമെന്നും ഉസ്താദ് പലപ്പോഴും വിദ്യാർത്ഥികളോട് ഉപദേശിക്കുമായിരുന്നു. ഇബ്ലീസിന്റെ പതനം അദബില്ലാത്തതിന്റെ കാരണത്തിലായിരുന്നു എന്നും അതിനാൽ ഒരിക്കലും ഇൽമ് പഠിക്കുന്നതിൽ അല്പം ബുദ്ധിശക്തി കുറഞ്ഞാൽ പോലും അദബിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തിനോട് എപ്പോഴും പറയുന്നത് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ഉസ്താദിന്റെ പഠനകാലത്ത് പഠനമായിരുന്നു ഉസ്താദിന്റെ ചിന്ത. മറ്റു ചിന്തകളിലേക്കോ ഭൗതിക താല്പര്യങ്ങളിലേക്കോ പഠനം പാതി വഴിയിൽ നിർത്തിയിട്ട് ദാരിദ്ര്യത്തിന്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ജോലിയിൽ പ്രവേശിക്കുവാനോ ഒന്നും ഉസ്താദ് മുതിർന്നില്ല. പഠിക്കാൻ ഇറങ്ങുമ്പോൾ പഠിച്ച് ഏകദേശം ഒരു കരയിലെത്തണമെന്ന ചിന്ത മാത്രമായിരുന്നു അന്ന് മഹാനുഭാവനുണ്ടായിരുന്നു. ഉസ്താദിന്റെ ഏറ്റവും വലിയ മഹത്വം ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദിന്റെ അടുക്കൽ പഠിക്കാൻ അവസരം കിട്ടിയതും, സിറാജുൽ ഉലമ ഹൈദുറോസ് ഉസ്താദിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞതും, കേരളത്തിലെ പ്രഗത്ഭമതികളായ ഈ 2 ഉലമാക്കളുടെയും ശിഷ്യനാകാൻ കഴിഞ്ഞു എന്നതാണ് ഉസ്താദിന്റെ ജീവിതത്തിൽ ഈ വളർച്ചയുടെയും ഉയർച്ചയുടെയും ഈ മഹത്വത്തിനും കാരണമാകാൻ അവസരം കിട്ടിയത് എന്ന് ഞാൻ ഉറപ്പിച്ചു മനസ്സിലാക്കുകയാണ്. ആ മഹത്തുക്കളുടെ, ആ മഹാന്മാരായ ഉസ്താദുമാരുടെ തഖ്വയും തവാദുഉം ഇൽമും ഇഖ്ലാസും മഹാനായ കലീപുരം ഉസ്താദിലും മേളിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ പരിശുദ്ധ ഖിദ്മത്തിൽ 100 കണക്കിന് ആലിമീങ്ങൾക്ക് ജന്മം നൽകാൻ ഉസ്താദിന് കഴിഞ്ഞു. കുളത്തൂപ്പുഴ മുതൽ ഇങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ, കുളത്തൂപ്പുഴ, പെരുമാതുറ, 18 മൈൽ, വാളക്കാട് തുടങ്ങി
മദീനത്തുൽ ഉലൂം പോലെയുള്ള അറബി കോളേജുകളിലും ദീനീ സ്ഥാപനങ്ങളിലും പള്ളികളിലും പള്ളി ദറസുകളിലും ഖത്തീബായും മുദദ്ദിസായും മുഅല്ലിമായും ഒക്കെ സേവനം ചെയ്യാൻ മഹാനുഭാവന് ചെറിയ കാലയളവ് കൊണ്ട് ഒരു പുരുഷായുസ് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖിദ്മത്ത് ചെയ്ത് ദഅവത്ത് ചെയ്ത് ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അവസരം കിട്ടിയെന്നത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതാണ്. ആ മഹാന്മാരായ ഉസ്താദുമാരുടെ അടുക്കിൽ നിന്നും ലഭിച്ച വിജ്ഞാനമായിരുന്നു സാധുക്കളായ എന്നെ പോലെയുള്ള വിദ്യാർത്ഥികളിലൂടെ പകർന്നു ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ വിജ്ഞാനം ഒരിക്കലും, ഉസ്താദ് മരണപ്പെട്ടു എങ്കിലും ആലിമീങ്ങൾ ഒരിക്കലും മരിക്കാറില്ല. അവർ താൽക്കാലികമായി ഭൗതിക ശരീരം ദുനിയാവിൽ നിന്ന് മറന്നെങ്കിലും അവർ കൊളുത്തിവെച്ച ദീപശിഖ ഖിയാമത്ത് വരെ ഇവിടെ നിലനിൽക്കും. അവരിലൂടെ, അവരുടെ മക്കളിലൂടെ, അവരുടെ ശിഷ്യഗണങ്ങളിലൂടെ ദീനീ ഉലൂമുകൾ ഖിയാമത്ത് വരെ ഇവിടെ നിലനിൽക്കും. അക്കാലഘട്ടം മുഴുവനും അണമുറിയാതെ മഹാനായ ഉസ്താദിനും അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് പ്രകാരം അതിന്റെ പ്രതിഫലം മുറിയാതെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അള്ളാഹു അങ്ങനെ എത്തിച്ചേർക്കുന്ന മഹാ പ്രതിഫലത്തിനുടമയായി മാറാൻ ഷെയ്ഖുനാക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തന്റെ അടുക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു മുർഷിദായ ഉസ്താദ് തന്നെയായിരുന്നു. ഈ വിനീതിനെ പോലെയുള്ള നൂറുകണക്കിന് ശിഷ്യന്മാർ എന്തെങ്കിലും ഇന്ന് ദീനീ ദഅവത്തിനായി ഖിദ്മത്തിനായി പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ എല്ലാം പ്രതിഫലം മഹാനുഭാവന്റെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. നിസ്സാരമായ കാര്യങ്ങൾ പോലും പലരും വഴക്കിടാൻ വരുന്ന സാഹചര്യമുണ്ട്. പള്ളികളിൽ ജോലി നോക്കുന്ന സമയങ്ങളിൽ നമുക്കറിയാം, കമ്മിറ്റിക്കാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ ഒക്കെ നിസ്സാരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഉസ്താദുമാരുമായി നിസ്സാരമായ കാര്യങ്ങൾക്ക് വഴക്കിന് വരുന്ന കമ്മിറ്റിക്കാരെയും നാട്ടുകാരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യവുമായി ഉസ്താദിന്റെ അടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മഹാനായ ഉസ്താദ് അവറുകൾ വഴക്കിന് നിൽക്കുകയോ അത് കത്തിച്ചു വിടുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാറില്ലായിരുന്നു. എപ്പോഴും സ്വന്തമായി എത്ര അപമാനം സഹിച്ചാൽ പോലും ആ പ്രശ്നങ്ങൾ ഉസ്താദിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉയർന്നു വരാത്ത വണ്ണം ഉണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉസ്താദ് പരമാവധി എന്ത് വിട്ടുവീഴ്ച ചെയ്തു ഉസ്താദ് അവറുകൾ സഹകരിച്ചിരുന്നു. അത് വിട്ടുവീഴ്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഷാഫി ഇമാമ് രേഖപ്പെടുത്തുന്നു, അങ്ങനെയുള്ള വിട്ടുവീഴ്ചയും അങ്ങനെയുള്ള പ്രശ്നപരിഹാരവും ഒരാളിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് യഥാർത്ഥ ആലിമീങ്ങളിൽ മാത്രമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ജനങ്ങളുടെ തെറിവിളികൾക്ക് സംയമനത്തിന്റെയും സഹകരണത്തിന്റെയും പേരിൽ ഞാൻ മാപ്പ് കൊടുക്കുന്നു. ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ തെറിവിളികളെ ഇഷ്ടപ്പെടുന്നവനാണ്. അവൻ തെറിവിളിക്കുകയും തെറിവിളിയെയും വഴക്കിനെയും വക്കാണത്തെയും ഇഷ്ടപ്പെടുന്നവനാണ്. എന്നാൽ അള്ളാഹുവിൽ സമർപ്പിതമായ ജീവിതം നയിച്ചവർ ഒരിക്കലും അതിന് പ്രോത്സാഹനം ചെയ്തു കൊടുക്കുകയില്ല. ഈ ആപ്തവാക്യങ്ങൾ മനസ്സിൽ നിറവേറ്റിക്കൊണ്ടായിരുന്നു മഹാനായ കലൈവരം ഉസ്താദിന്റെ ജീവിതം. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എത്ര പ്രകോപനപരമായ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെയെല്ലാം വിട്ടുവീഴ്ചയും സഹനവും ഒക്കെ കൈ മുതലാക്കിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ മഹാനായ ഉസ്താദ് അവറുകൾ കൃത്യമായി ഇടപെട്ടിരുന്നു. അങ്ങനെയായിരുന്നു ജീവിതമെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നമ്മെയും കുടുംബാദികളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ വിട്ടുവീഴ്ചയും ഉസ്താദിന്റെ ക്ഷമയും സഹനവും ഉസ്താദ് ജീവിതത്തിൽ പുലർത്തിപ്പോന്ന ആ നിസാരമായ ലളിതമായ ജീവിതവുമൊക്കെ ജീവിതത്തിൽ പകർത്താനും അതിലൂടെ പ്രതിഫലാർഹമായ ഒരു ജന്നത്തിൽ ഫിർദൗസിൽ എത്തിച്ചേരാനും നാഥൻ നമുക്ക് തുണ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഉസ്താദിന്റെ മറ്റൊരു മഹത്വമായിരുന്നു ആരുടെ മുമ്പിലും മുഖം നോക്കാതെ ഹക്ക് പറയുക എന്നുള്ളത് ഉസ്താദിന്റെ ഒരു ശീലമായിരുന്നു. അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം, പ്രവാചകന്മാരുടെ മാർഗം അതായിരുന്നു. പണ്ഡിതന്മാരുടെ സ്വഭാവം അത് തന്നെയായിരുന്നു. യഥാർത്ഥ പണ്ഡിതൻ ഒരിക്കലും ആരുടെയും മുഖസ്തുതിക്ക് വേണ്ടി ദീനി നിയമങ്ങൾ മാറ്റിമറിക്കുമായിരുന്നില്ല. പലപ്പോഴും ദീനി ഖിദ്മത്തിന്റെ മേഖലകളിൽ ശത്രുക്കളെ ഉണ്ടാക്കുന്നതും മുഖം നോക്കാതെ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന്റെ പേരിലായിരുന്നു. അതൊന്നും
ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സ്ഥാനമോഹങ്ങളോ കിബിറോ അഹങ്കാരമോ അഹംഭാവമോ അസൂയയോ ലെവലേശം ഏശിയിരുന്നില്ല മഹാനുഭാവനിൽ. അള്ളാഹു നൽകുന്ന ഓരോ നിഅമത്തുകൾ ഓരോരുത്തർക്കും ഒരേ രീതിയിൽ അള്ളാഹു നൽകുന്നതിന് ഒരിക്കലും അതിന്റെ കിബിർ വെക്കുകയോ ഹസദുണ്ടായി മറ്റൊരാൾ കിട്ടിയ നിഅമത്ത് നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുകയോ അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറയുകയോ നടപ്പിലും എടുപ്പിലും ഉടുപ്പിലുമെല്ലാം വിനയവും ലാളിത്യവുമായിരുന്നു മഹാനുഭാവൻ ശീലിച്ചിരുന്നത്. പല ഭാഗങ്ങളിൽ നിന്നും അവഗണനകൾ നേരിട്ടിട്ടുണ്ട്. ആക്ഷേപങ്ങളും പരിഹാസ്യരാകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും അതെല്ലാം ഒരു പ്രശ്നമായി കാണാതെ ഇവിടെ നമുക്ക് മുന്നിലൂടെ ജീവിച്ചുപോയ ഒരു ത്യാഗീവര്യനായിരുന്നു. ശിഷ്യഗണങ്ങൾ ഉൾപ്പെടെയുള്ള പലരിൽ നിന്ന് പോലും ഉസ്താദിന് ഇഷ്ടപ്പെടാത്ത പലതും സംഭവിച്ചപ്പോഴും അവർക്കെല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കുകയും അവരുടെ ആക്ഷേപങ്ങളോ അവർ മുഖാന്തരമുണ്ടാകുന്ന അവഹേളനങ്ങളോ ഒന്നും ഉസ്താദ് പ്രശ്നമാക്കിയിരുന്നില്ല. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഞാൻ വകവയ്ക്കുന്നില്ല എന്ന ചിന്തയിൽ മഹാനുഭാവൻ നമുക്കിടയിലൂടെ കടന്നുപോയി. ഒരു സാഹിദിന് തുല്യമായി ഒരു ത്യാഗീവര്യനായി നമ്മുടെ മുന്നിലൂടെ ജീവിച്ചുപോയി മഹാനുഭാവൻ. അതിലൊന്നും തഖ്വയുള്ള ഒരു മുത്തഖിക്കോ ഇൽമുള്ള ഒരു ആലിമിനോ അതിലൊന്നും ഒരിക്കലും വിഷമം തോന്നാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഉസ്താദ് അവർകൾക്കും അങ്ങനെ ഒരു വിഷമം ജീവിതത്തിൽ തോന്നിയിട്ടേയില്ല. അതിലൊന്നും ഒരു വിഷമം തോന്നാതിരുന്ന ഉസ്താദ് അവർകൾ എപ്പോഴും അള്ളാഹു നൽകിയ നിഅമത്തിൽ സന്തോഷവാനായിരുന്നു. അക്കാലഘട്ടത്തിൽ ഓതുന്ന സമയത്തുണ്ടായ ശിഷ്യന്മാരോടുള്ള സ്നേഹം ഒരിക്കലും ഉസ്താദ് അവർകൾ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഉസ്താദിന്റെ ഹൃദയത്തിൽ അല്പം പോലും മാറ്റം വരുത്തിയില്ല. ആ സ്നേഹം കൂടി വരികയാണ്. തന്റെ ശിഷ്യന്മാർ ഖത്തീബായും മുദരിസ്മാരായും ഒക്കെ പല സ്ഥലങ്ങളിൽ സേവനം ചെയ്യുന്നത് അവരുടെ അടുക്ക് അവരെ സന്ദർശിക്കുകയും അഭിമാനമായി കണ്ട് അതിൽ സന്തോഷിക്കുകയും ചെയ്യുമായിരുന്നു. ഈ വിനീതൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ പലപ്പോഴും ജുമയ്ക്ക് മഹാനവറുകൾ കൂടുകയും ഞാൻ കാണാതെ തന്നെ കൂടുകയും പോകാൻ നേരം എന്റെ അടുക്കൽ വന്ന് പ്രസംഗത്തിലും ഖുതുബയിലുമുള്ള അഭിപ്രായങ്ങൾ പറയാറുമുണ്ടായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്നേഹം അപകടം വരുന്ന നാൾ വരെ അതേപോലെ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ വലിയ സൗഭാഗ്യമായി മനസ്സിലാക്കും. അള്ളാഹു ഈ മഹബത്ത് സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടാൻ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ശിഷ്യന്മാരുടെ കല്യാണത്തിനും അവരുടെ മക്കളുടെ കല്യാണത്തിനും ഹജ്ജ് യാത്രയപ്പിനും വീട് പാലുകാഴ്ചകൾക്കും മറ്റു വിശേഷ ദിവസങ്ങളിലുമെല്ലാം ഉസ്താദ് കാലയെ കൂട്ടി തന്നെ കുടുംബസമേതം എത്തുകയും ദീർഘനേരം മണിക്കൂറുകളോളം ആ സന്തോഷ സുദിനത്തിൽ അവരോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തത് വളരെ മധുരമൂറുന്ന ഓർമ്മകളായി ഇന്നും ശിഷ്യന്മാരുടെ മനസ്സിൽ ഓളമായി നിൽക്കുകയാണ്. ഉസ്താദ് നല്ല ഒരു ഫഖീഹായിരുന്നു. നല്ല ഒരു കിതാബിയും ഒരു ഫഖീഹുമായിരുന്നു. ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിഅലിഹി ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി. യഥാർത്ഥ ഒരു ആലിം പ്രസംഗത്തിലോ പ്രസംഗ വൈഭവത്തിലോ സംസാര പാടവത്തിലോ അല്ല ഒരു ഫഖീഹാവുന്നത്. പക്ഷേ വൽ ഫഖീഹു ബിഫിഅലിഹി, പ്രവർത്തനത്തിലാണ് ഒരു ഫഖീഹിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയ്ക്ക് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഫഖീഹായിരുന്നു. ഈ ഇൽമിന്റെ ഏത് ഫന്നും കൈകാര്യം ചെയ്യാൻ ഉറപ്പുള്ള മഹാനായ ഒരു പണ്ഡിതനായിരുന്നു ഉസ്താദ് അവർകൾ. ഏത് മസ്അലകളും ഫഖീഹ് മസ്അലകൾ നല്ല വശമായിരുന്നു. ഏത് ദുർഗ്രാഹ്യമായ വിഷയങ്ങളും സമർത്ഥമായി പഠിച്ച് ശിഷ്യഗണങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു അനിതര സാധാരണമായ കഴിവ് തന്നെയായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നു. ബിദ്അഈ കക്ഷികളോട് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഉസ്താദ് അവർകൾ. അതിന് തെളിവാണ് ഓച്ചിറ പാപ്പ എന്ന മഹാനുഭാവന്റെ പ്രശ്നം. ബിദ്അഈ കക്ഷികൾ ആളിക്കത്തിച്ച് ഒരു തെളിവുമില്ലാതെ ആ മഹാനുഭാവന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും പത്രക്കോളങ്ങളിൽ ആഴ്ചകളോളം അതിനെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തപ്പോൾ ആ മഹാനുഭാവന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ആ മഹാനുഭാവന്റെ വേരുകൾ അന്വേഷിച്ച് കുടുംബം അന്വേഷിച്ച് കണ്ടെത്തി അതൊരു പുസ്തക രൂപത്തിലാക്കി മാത്രമല്ല അത് സർവ്വജനങ്ങളുടെയും ഇടയിലേക്ക് ഈ മഹാനുഭാവൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തി മഹാനുഭാവൻ ഗ്രന്ഥരചന നടത്തി ജനങ്ങളുടെ വീടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചു കൊടുക്കുവാൻ അഗാധമായി പരിശ്രമിക്കുകയും ആത്മാർത്ഥമായി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നത് ഉസ്താദിന് ആ മഹാന്മാരുടെ പ്രത്യേകിച്ച് ഒച്ചിറപ്പാപ്പയുടെ മഹത്വം ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നതിന് തെളിവാണ്. ചുരുക്കത്തിൽ തഅല്ലുമിലും തഅലീമിലും തദ്രീസിലും തസ്നീഫിലും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാപ്രതിഭയായിരുന്നു ത്യാഗിവര്യനായ കലൈമരം ഉസ്താദ്. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിലും ഇൽമുമായുള്ള ബന്ധം നിലനിർത്താൻ മദ്രസയിൽ പോലും ഖിദ്മത്ത് ചെയ്യുന്നതിൽ അഭിമാനം കണ്ട മഹാനായിരുന്നു ഉസ്താദ് അവർകൾ. അവസാന സമയം ഖിദ്മത്ത് നടത്തി വീട്ടിലേക്ക് പോകുന്ന സമയത്തുണ്ടാകുന്ന അപകടം വാർത്തയറിഞ്ഞപ്പോൾ നാം സ്തബ്ധരായി പോയി. അതുവരെ
അതുവരെ ഒരു രോഗവും ആക്രമിച്ചിട്ടില്ലാതിരുന്ന മഹാനുഭാവന് 2-2.5 വർഷക്കാലം ഒരേ കിടപ്പായിരുന്നു. ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഓർമ്മ വരുന്നത്. അയ്യുന്നാസി അശദ്ദു ബലഅ, നബിയെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുന്നവരാരാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല അൽ അംബിയാ തുമ്മൽ അംസലു ഫൽ അംസൽ, ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുന്നത് പ്രവാചകന്മാരാണ്, പിന്നെ പ്രവാചകന്മാർക്ക് തുല്യരായ ആളുകളാണ്, പിന്നെ അവർക്ക് തുല്യരായവരായ ആളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുബ്തല റജുലു അലാ ഹസബി ദീനി, ഒരു മനുഷ്യൻ അല്ലാഹു തആല ഒരു മനുഷ്യനെ പരീക്ഷിക്കപ്പെടുന്നത് അവന്റെ ദീനിന്റെ കണക്കനുസരിച്ചാണ്. ഫഇൻകാന ദീനുഹു സുൽബൻ, അയാളുടെ ദീനീ നിഷ്ഠയും ആ ഈമാനും യഖീനും ഉറച്ചതാണെങ്കിൽ ഇസ്തദ്ദ ബലാഉഹു, അവനെ അല്ലാഹു തആല പരീക്ഷണം കടുപ്പിക്കും. ഫഇൻകാന ദീനുഹു, അവന്റെ ദീന് വളരെ ലളിതമായതാണെങ്കിൽ ഇബ്തലാഹുല്ലാഹു അലാ ഹസബി ദീനിഹി, അവന്റെ അതനുസരിച്ചുള്ള പരീക്ഷണമായിരിക്കും അല്ലാഹു തആല കൊടുക്കുന്നത്. വമാ യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യംശി അലൽ അർളി വമാ അലൈഹി ഖത്തിആ, ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെയും അഥവാ അവന്റെ മരണം വരെയും ഭൂമിയിൽ അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം സമയം അവന് പരീക്ഷണങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിക്കാണെങ്കിൽ നേരിടേണ്ടി വരും. അതെല്ലാം അവന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അല്ലാഹു തആല രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് നബീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള ആ ഒരു മഹത്തായ പദവിയിലേക്ക്, ഉന്നതമായ ദർജയിലേക്ക് മഹാനുഭാവൻ എത്തിച്ചേരാൻ അള്ളാഹു കൊടുത്ത ഒരു മാർഗമായിരുന്നു ഈ പരീക്ഷണം അവസാന സമയത്തുണ്ടായത് എന്ന് നാം മനസ്സിലാക്കുകയാണ്. 30 വർഷം ക്ലേശകരമായ ഇബാദത്ത് നടത്തിയ മഹാനുഭാവനായിരുന്നു അബൂ യസീദ് അൽ ബസ്താമി എന്ന മഹാനുഭാവൻ. സൂഫിവര്യനും ആത്മീയ മേഖലകളിലെ മുടിചൂടാമന്നനുമായിരുന്ന അബൂ യസീദ് അൽ ബസ്താമി എന്ന മഹാനവറുകളോട് ഒരാൾ ചോദിച്ചു, യാ അബാ യസീദ്, 30 വർഷക്കാലം ക്ലേശകരമായ ഇബാദത്ത് ചെയ്തപ്പോൾ ഒരാൾ ചോദിച്ചു, മഹാനവറുകളെ, ഖസാഇനുഹു മംലൂവത്തും മിനൽ ഇബാദ, അല്ലാഹുവിന്റെ ഖജനാവ് ഇബാദത്തിനാൽ നിറഞ്ഞിരിക്കുകയാണ്. ഫൈനറത്തൽ ഉസൂലൈഹി, ഇനി നിന്റെ ഒരു ഇബാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാഹുവിന് തന്നെ ഒരുപാട് മഖ്ലൂക്കുകൾ ഇബാദത്ത് ചെയ്തുള്ളവന്റെ ഖജനാവ് നിറഞ്ഞിരിക്കുകയാണ്. ഫൈനറത്തൽ ഉസൂലൈഹി, നീ അല്ലാഹുവിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഅലൈക ബിദ്ദില്ലത്തി വൽ ഇഫ്തിഖാർ, നീ നിസ്സാരതയെയും നിന്ദ്യതയെയും ദാരിദ്ര്യത്തെയും മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ, ദാരിദ്ര്യത്തിലൂടെ നിന്ദ്യതയിലൂടെ അള്ളാഹുവിന്റെ ഉന്നതമായ പ്രീതിയും സ്വർഗവും കരസ്ഥമാക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ച ഈ മഹദ്വചനത്തിലൂടെ മഹാനായ കരേവരം ഉസ്താദ് വളരെ താഴ്ന്ന തരമുള്ള ജീവിതം ജീവിക്കുകയും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലും എല്ലാം മറന്ന് ദീനീയ ഖിദ്മത്തിലായി ഒരു ജീവിതകാലം മുഴുവനും സമർപ്പിച്ച മഹാനുഭാവനായിരുന്നു. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അനുഭവിച്ച വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഉന്നതമായ ദറജകൾ ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയുമാണ്. ഇൽമിന്റെ മക്കളും സുൽബിന്റെ മക്കളും എനിക്കുണ്ടെന്ന് പറഞ്ഞ് പലപ്പോഴും അഭിമാനിക്കുമായിരുന്നു. ഇൽമിന്റെ മക്കൾ തന്റെ ശിഷ്യഗണങ്ങളെയും സുൽബിന്റെ മക്കൾ സ്വന്തം മക്കളെയും ഉസ്താദ് ഉപയോഗിച്ചത് അങ്ങനെയായിരുന്നു. എനിക്ക് സുൽബിന്റെ മക്കളും എനിക്ക് ഇൽമിന്റെ മക്കളുമുണ്ട്, അവരെല്ലാവരും എനിക്ക് പ്രയോജനം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞ അഭിമാനം കൊണ്ടിരുന്ന മഹാനുഭാവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ രണ്ട് കൂട്ടരും അഥവാ ഇൽമിന്റെ മക്കളും സുൽബിന്റെ മക്കളും അവസാന നിമിഷം വരെയും ഖിദ്മത്ത് ചെയ്തും അവസ്ഥയിൽ ശുശ്രൂഷിച്ചും സഹായിച്ചും കഴിഞ്ഞുകൂടിയിരുന്നു. ആലിമീങ്ങളുടെ കുടുംബത്തിൽ പെടുന്ന അദ്വൃത്തയായ ഭാര്യയായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നത്. ക്ഷമയും സഹനവും സ്നേഹമുള്ളവരുമായിരുന്നു. അവരുടെ പരിചരണം വളരെ സഹായകരമായിരുന്നു ഉസ്താദ് അവർകൾ. അള്ളാഹു നല്ല സവാബും ജന്നത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യവും അവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ദുനിയാവിൽ ഇപ്രകാരം സന്തോഷകരമായ ദമ്പതികളായി അവർ ജീവിച്ചിരുന്നുവോ അതിനേക്കാൾ ഉപരി സന്തോഷപൂർവ്വം ജന്നത്തിൽ ഫിർദൗസിൽ അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മക്കളും മരുമകനും അതേ പാത പിന്തുടർന്ന നല്ല ആലിമീങ്ങളായി ഖാദിമീങ്ങളും ദാഇകളുമായും ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ സമ്പന്നനായിരുന്നില്ലെങ്കിലും അഭിമാനിയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഉത്തമ സ്വഭാവത്തിന്റെ ഗുണവുമുള്ള മഹാനുഭാവനായിരുന്നു കലേബരം ഉസ്താദ് അവർകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം മാപ്പാക്കി തരുകയും ഹലാലായ മുറാദുൽ ഹാസിലാക്കി തരുകയും മഹാനായ ഉസ്താദിന്റെ ബർസഖി ജീവിതം ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും കൊടുക്കുകയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി അല്ലാഹു വിശാലമായ ഖബറാക്കി അല്ലാഹു പരിവർത്തിപ്പിക്കുകയും സ്വർഗ കവാടങ്ങൾ തുറന്നു കൊടുത്ത് സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.
ഉസ്താദ് അവറുകളിൽ നിന്നും പഠിച്ച വിജ്ഞാനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരെല്ലാം ഇന്ന് പരിശ്രമിക്കുന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലം ഒട്ടും കുറയാതെ മഹാനുഭാവനും അള്ളാഹു നൽകുമാറാകട്ടെ. ഉസ്താദിനെ സഹായിച്ചവർ, ഉസ്താദിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തവർ, ഉസ്താദ് രോഗിയായിരുന്നപ്പോൾ എല്ലാ നിലയ്ക്കും ശുശ്രൂഷിച്ചവർ ഒക്കെ അള്ളാഹു മക്കളും മരുമക്കളും ചെറുമക്കളും ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾക്കും ശിഷ്യഗണങ്ങൾക്കും ഒക്കെ അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സഹോദരങ്ങളും സദുവിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ടും തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.